ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 1 ശ്ലോകം 3. സത്വം യത്തത് പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈഃ ഭൂതേന്ദ്രിയൈഃ തേ വപുഃ ഇതി ബഹുശഃ ശ്രൂയത്തെ വ്യാസവാക്യം. തത്സ്വച്ഛത്വാദ് യത് അഛാദിത പരസുഖ ചിദ്ഗർഭ നിർഭാസരൂപം തസ്മിൻ ധന്യാകരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. സത്വം, സത്വഗുണം, സാത്വിക ഗുണം. യത് മാത്രം, തത് മറ്റേത്, പരാഭ്യാം പരതായിട്ടുള്ള മറ്റു ഗുണങ്ങൾ, അതായത് രജോ ഗുണം, തമോ ഗുണം എന്നിവ. അപരികലനതോ സമ്പർക്കമേ ഇല്ലാത്തത്, നിർമ്മലം പവിത്രമായത്, തേന അതുകൊണ്ട്, താവത് ഭഗവാൻ, ഭൂതൈഹി പഞ്ചഭൂതങ്ങൾ കൊണ്ട്, ഭൂതേന്ദ്രിയൈഹി ഭൂതങ്ങളാലും ഇന്ദ്രിയങ്ങളാലും കൊണ്ട്, തേ വപുഹു ഭഗവാന്റെ ശരീരം, ഇതി ഇപ്രകാരം, ബഹുശഃ പല പ്രാവശ്യം, ശ്രൂയതേ കേട്ടത്, പറഞ്ഞത്, വ്യാസ വ്യാസ ഭഗവാൻ, വാക്യം വാക്കുകൾ. സത്വം യത്തത് പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയസ്തേ വപുരിതി ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം. തത്സ്വച്ഛത്വാദ് യദഛാദിത പരസുഖച്ഛിദ്ഗർഭ നിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. ഭഗവാൻ ഗുണമായ അതിൽ മാത്രം ജ്വലിച്ചിരിക്കുന്ന ഗുരുവായൂരപ്പന്റെ ആ രൂപം മറ്റു ഗുണങ്ങളായ രജോ ഗുണമോ തമോ ഗുണമോ അതിന്റെ സമ്പർക്കമോ ഒന്നും തന്നെ ഇല്ല. അതിനാൽ ഭഗവാൻ പവിത്രത കൊണ്ട് നിറഞ്ഞതാണ്. ഭഗവാൻ പഞ്ചഭൂതങ്ങളെയും പഞ്ചഭൂതേന്ദ്രിയങ്ങളെയും കൊണ്ട് ഉണ്ടാക്കിയ പല തരത്തിലുള്ള ശരീരത്തെ ഇപ്രകാരം പല പ്രാവശ്യം ഈ ഭൂമിയിൽ സൃഷ്ടിക്കുന്നു. ഇത് തന്നെയാണ് നമുക്ക് വ്യാസ ഭഗവാൻ തൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞു തന്നത്. താങ്ക് യു.